ഓക്കെ, അന്നേരം ഫോർത്ത് മൊഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലോഡർ ഫീച്ചേഴ്സും ലോഡർ ഡിസൈനിങ് ഓപ്ഷൻസും. മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലോഡർ ഫീച്ചേഴ്സും ലോഡർ ഡിസൈനിങ് ഓപ്ഷൻസും. ഓക്കെ, അപ്പം മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലോഡർ ഫീച്ചേഴ്സിൽ ഓൾറെഡി രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ചും ലോഡർ ഡിസൈനിങ് ഓപ്ഷൻസിനകത്ത് ലോഡർ ഡിസൈനിങ് ഓപ്ഷൻസിൽ തന്നെ ഡൈനാമിക് ലോഡിങ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ലിങ്കേജ് എഡിറ്ററും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അത്രയാണ് ഫോർത്ത് മൊഡ്യൂളിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഫസ്റ്റാണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. ഉണ്ടോ, മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ലോഡർ ഫീച്ചേഴ്സിൽ വരുന്ന രണ്ടെണ്ണമാണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ചും ലോഡർ ഡിസൈനിങ് ഓപ്ഷൻസും. ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ റെഫറൻസിനെ എല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറീസിനെയാണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ പ്രോഗ്രാമിൽ ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ ലൈബ്രറീസ്, അതായത് നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈബ്രറീനെ കോൾ ചെയ്യുന്ന സമയത്ത് ആ ലൈബ്രറിക്കകത്തുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡുകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള സബ് റൂട്ടീൻസ് ഇറ്റ്സെൽഫ് അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യും. നിങ്ങൾ ഓൾറെഡി ജാവയിലൊക്കെ പഠിച്ചിട്ടില്ലേ, യൂട്ടിലിറ്റി ഡോട്ട് അല്ലെങ്കിൽ ജാവ യൂട്ടിൽ ഡോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള ആ ലൈബ്രറിക്കകത്തുള്ള എല്ലാ സബ് റൂട്ടീൻസിനും നമ്മളുടെ പ്രോഗ്രാമിൽ ആ ലൈബ്രറിനെ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ലൈബ്രറിക്കകത്തുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസിനെയും അല്ലെങ്കിൽ എല്ലാ സബ് റൂട്ടീൻസിനെയും നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്ത് റൺ ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ലൈബ്രറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിസ്റ്റം ലൈബ്രറി. അപ്പം നമ്മളുടെ പ്രോഗ്രാമിൽ ഇല്ലാത്ത ഏതെങ്കിലും സബ് റൂട്ടീൻസ്, അതായത് റീഡ്, റൈറ്റ് അല്ലെങ്കിൽ പ്രിൻറ്റ് ഇതുപോലുള്ള സബ് റൂട്ടീൻസ് എല്ലാം നമുക്ക് നമ്മളുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുന്നില്ല. അതിന് പകരം നമുക്കതിൻ്റെ ലൈബ്രറീനെ കോൾ ചെയ്താൽ അത് ഇറ്റ്സെൽഫ് ആ ലൈബ്രറിക്കകത്തുള്ള സബ് റൂട്ടീൻസ് എല്ലാം ഇതിനകത്ത് വന്ന് റൺ ചെയ്തോളും. അപ്പോൾ അതിനെയാണ് നമ്മൾ ലൈബ്രറി എന്നുകൊണ്ട് സിസ്റ്റം ലൈബ്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ എഴുതി കൊടുക്കുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാംസിൽ ഉള്ള സബ് റൂട്ടീൻസിന്, അതായത് നമ്മൾ പാസ് 1 നമുക്കൊരു എക്സ്റ്റേണൽ റെഫറൻസ് ടേബിൾ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, എസ്റ്റാബ്. ആ എസ്റ്റാബിൽ എന്താ ഉള്ളത്, നമ്മൾ കൊടുത്തിരിക്കുന്ന സിമ്പിൾസിൻ്റെ റെഫറൻസും ആ സിമ്പിൾസും അതിൻ്റെ റെഫറൻസും ആയിരിക്കും ആ എസ്റ്റാബിലുള്ളത്. അത് പാസ് 1 നമുക്ക് എന്ത് ചെയ്യും, ആ എസ്റ്റാബ് ഫുള്ള് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും. എന്നിട്ട് ആ എസ്റ്റാബിലുള്ള റെഫറൻസുകളും അതിൻ്റെ സിമ്പിൾസും കൂടെ എടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ് 2 ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് നമ്മൾ ഫുള്ള് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ചില കേസ്, അതായത് നമ്മൾ ഈ ലൈബ്രറീസ് കോൾ ചെയ്യുന്ന സമയത്ത് ആ ലൈബ്രറിക്കകത്തുള്ള ഫങ്ഷൻസ്, അതായത് ആ ലൈബ്രറിക്കകത്തും ഉള്ള സബ് റൂട്ടീൻസും സോൾവ് ചെയ്യാത്ത സബ് റൂട്ടീൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ റീഡറക്കിന് നമ്മൾ ലൈബ്രറി വഴിയാണ് നമ്മൾ കോൾ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പം നമ്മളുടെ എക്സ്റ്റേണൽ റെഫറൻസ് ടേബിളിൽ അത് അൺസോൾഡ് ആയിട്ട് കിടക്കും. കാര്യം അതിൻ്റെ റെഫറൻസ് എവിടെ കാണും, ആ ലൈബ്രറിയിലേ കാണും. അപ്പോൾ ലൈബ്രറി പോയി എടുത്താൽ മാത്രമേ അതിൻ്റെ റെഫറൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. നോർമലി നമ്മൾ ചെയ്യുന്നത് പ്രോഗ്രാമിൽ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് പാസ് 1 നമുക്കെല്ലാം ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും പാസ് 1 കിട്ടുന്നത്. പക്ഷേ ലൈബ്രറിയിലെ ഫങ്ഷൻസ് കോൾ ചെയ്യുന്ന സമയത്ത് ആ പാസ് 1 എക്സ്റ്റേണൽ റെഫറൻസ് ടേബിളിൽ എന്തുണ്ടാവത്തില്ല, ഈ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്ത സബ് റൂട്ടീൻസിൻ്റെ റെഫറൻസുകൾ ആ ഒരു എക്സ്റ്റേണൽ റെഫറൻസ് ടേബിൾ ഉണ്ടാകത്തില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ എക്സ്റ്റേണൽ റെഫറൻസ് ടേബിളിൽ പോയി നോക്കും ഏതൊക്കെയാണ് അൺസോൾഡ് ആയിട്ട് കിടക്കുന്നതെന്ന്. ആ അൺസോൾഡ് ആയിട്ട് കിടക്കുന്ന സബ് റൂട്ടീൻസിൻ്റെ റെഫറൻസുകളെല്ലാം നമ്മൾ എവിടെ പോയി സെർച്ച് ചെയ്യും, ലൈബ്രറി പോയി ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്ത് ലൈബ്രറിയിൽ നിന്ന് അതിൻ്റെ റെഫറൻസുകളെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇതിനകത്തിട്ടിട്ടായിരിക്കും എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതിനെയാണ് നമ്മൾ പറയുന്നത്, ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ എക്സ്റ്റേണൽ എസ്റ്റാബിൽ അൺസോൾഡ് ആയി കിടക്കുന്ന റെഫറൻസുകളെല്ലാം നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, ഓട്ടോമാറ്റിക്കലി നമ്മൾ ലൈബ്രറി പോയി സെർച്ച് ചെയ്യും, അത് ലൈബ്രറിയിലുണ്ടോ. ഇപ്പോൾ ലൈബ്രറിയിലുണ്ടെങ്കിൽ ലൈബ്രറിയിൽ നിന്നായിരിക്കും ആ സബ് റൂട്ടീൻസിൻ്റെ എല്ലാം റെഫറൻസുകളെ പറക്കിക്കൊണ്ട് വന്ന് എക്സ്റ്റേണൽ റെഫറൻസ് ടേബിളിൽ അൺസോൾഡ് ആയിട്ട് കിടക്കുന്ന സബ് റൂട്ടീൻസിനെ എല്ലാം സോൾവ് ചെയ്ത് പാസ് 1 കറക്റ്റായിട്ട് നമുക്കൊരു ടേബിൾ കിട്ടും. ആ ടേബിൾ നമ്മൾ പാസ് 2 വെച്ചിട്ടായിരിക്കും നമ്മളുടെ
എക്സിക്യൂഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ലൈബ്രറി കോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ചില കേസുകളിൽ, അതായത് ഈ ലൈബ്രറിയിലുള്ള എന്താണ്, നമ്മളുടെ പ്രോഗ്രാമിൽ അഡീഷണൽ ആയിട്ട് വേണ്ട സബ് റൂട്ടീൻസ്. ഇപ്പം കുറേ അധികം സബ് റൂട്ടീൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു ലൈബ്രറി കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈബ്രറിയിലുള്ളതെല്ലാം വന്ന് ഇതിനകത്ത് എക്സിക്യൂഷൻ പെർഫോം ചെയ്തോളും. ഇനി ഈ സബ് റൂട്ടീൻസിനെ എല്ലാം ചില സമയത്ത് ഈ സബ് റൂട്ടീൻസിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് റെഫറൻസുകളെയും ഒരു ഡയറക്ടറി ആയിട്ടായിരിക്കും കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്ടറിയിൽ പോയി, അപ്പോൾ അതായത് ഓരോ സമയവും ലൈബ്രറിയിൽ പോയി സെർച്ച് ചെയ്യാതെ എന്താണ്, ഈ സബ് റൂട്ടീൻസിന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറേ സബ് റൂട്ടീൻസിനെ, അതായത് ലൈബ്രറിയിൽ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ് റൂട്ടീൻസിനെയും അതിൻ്റെ റെഫറൻസുകളെയും ഒരു ഡയറക്ടറി ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഏതെങ്കിലും ഒരു അൺസോൾഡായി കിടക്കുന്നതിനെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോയി ഈ ഡയറക്ടറിയിൽ നോക്കിയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ഡയറക്ടറി നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡയറക്ടറിയിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സബ് റൂട്ടീൻസും അതിൻ്റെ റെഫറൻസിനെയും കൂടെ സ്റ്റോർ ചെയ്ത് ഒരു ഡയറക്ടറി ഫോമിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അൺസോൾഡായി കിടക്കുന്ന ഇതിനെല്ലാം ഈ ഡയറക്ടറി പോയി നമുക്ക് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ചില സമയത്ത് എന്ത് ചെയ്യും, ഇതിനെ നമ്മളെന്താ മെമ്മറിയിലായിരിക്കും, അതായത് ഒരു ഫയലായിട്ട് നമ്മൾ മെമ്മറിയിൽ അങ്ങ് കീപ്പ് ചെയ്യും. പെർമനൻ്റ് ആയിട്ട് മെമ്മറിയിൽ ചിലപ്പം ഇതങ്ങ് കീപ്പ് ചെയ്യും. അതായത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സബ് റൂട്ടീൻസിനെയും അതിൻ്റെ റെഫറൻസുകളെയും നമ്മൾ പെർമനൻ്റ്ലി ഒരു മെമ്മറിയിൽ അങ്ങ് കീപ്പ് ചെയ്യും ചില സമയത്ത്. അപ്പോൾ എന്താ, ഈ മെമ്മറിയിൽ പോയി നമുക്ക് ഡയറക്റ്റായിട്ട് ലോഡ് ചെയ്ത് എക്സിക്യൂഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതായിരിക്കും എന്താണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ചിലെ 2 അഡ്വാൻറ്റേജ്. അതായത് ചില സമയത്ത് ഇതിനെ ഡയറക്ടറി ആയിട്ട് കീപ്പ് ചെയ്യും. ആ ഡയറക്ടറിയിൽ എന്തുണ്ടാവും, നമ്മൾ നോർമലി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സബ് റൂട്ടീൻസും അതിൻ്റെ റെഫറൻസും ഉണ്ടാവും. അപ്പോൾ എന്താ, നമുക്ക് ഓരോ പ്രാവശ്യവും ലൈബ്രറിയിൽ പോയി സെർച്ച് ചെയ്യാതെ ഈ ഡയറക്ടറിയിൽ നിന്ന് നമുക്ക് റെഫറൻസുകൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ചില കേസുകളിൽ നമ്മൾ എവിടെ വെക്കുന്നത്, പെർമനൻ്റ് ആയിട്ട് മെമ്മറിയിൽ ഇതിനെ അങ്ങ് കീപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ എന്താ, ഇതിൽ കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യും, റെഫറൻസുകൾ അൺസോൾഡായി കിടക്കുന്ന റെഫറൻസുകൾ മെമ്മറിയിൽ നിന്ന് തന്നെ എടുത്ത് എക്സിക്യൂഷൻ പെർഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് എന്താ ഡയറക്ടറിയുടെ കേസും പെർമനൻറ്റ് മെമ്മറിയുടെ കേസും. ഇനി അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് എന്താ പറയുന്നത് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ചിനെ പറ്റി പറയാനുള്ളത്. അതായത് നമ്മളുടെ പ്രോഗ്രാമിൽ നമുക്ക് അഡീഷണൽ ഓൾറെഡി കുറേ സബ് റൂട്ടീൻസ് ഉണ്ട്, നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സബ് റൂട്ടീൻസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ലൈബ്രറിയിൽ നിന്നായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാക്കേജായിട്ട്. അപ്പോൾ ലൈബ്രറിയിൽ നിന്നായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ ലൈബ്രറിയിൽ അപ്പോൾ എക്സ്റ്റേണൽ റെഫറൻസ് ടേബിളിൽ അൺസോൾഡായി കിടക്കുന്ന റെഫറൻസുകളെല്ലാം നമ്മൾ ലൈബ്രറിയിൽ നിന്ന് എടുത്ത റെഫറൻസുകളായിരിക്കും, അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് എടുത്ത സബ് റൂട്ടീൻസ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റേണൽ റെഫറൻസ് ടേബിളിൽ പാസ് 1ൻ്റെ ഔട്ട്പുട്ടിന് ശേഷം നമുക്ക് കിട്ടിയ റെഫറൻസ് ടേബിളിൽ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെഫറൻസ് ടേബിളിൽ എന്താ സോൾവ് ചെയ്യാത്തതെല്ലാം ലൈബ്രറിയിൽ നിന്ന് എടുത്തതായിരിക്കും. അന്നേരം എന്താ ഓട്ടോമാറ്റിക്കലി അത് ലൈബ്രറിയിൽ പോയി സെർച്ച് ചെയ്ത് അതിൻ്റെ റെഫറൻസുകളെല്ലാം ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടായിരിക്കും സോൾവ് ചെയ്ത് എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത്. ചില കേസുകളിൽ അത് ഡയറക്ടറിയിൽ കീപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡയറക്ടറിയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സബ് റൂട്ടീൻസിനെയും അതിൻ്റെ റെഫറൻസിനെയും ഡയറക്ടറിയിൽ കീപ്പ് ചെയ്യും. ചില സമയത്ത് ഇത് പെർമനൻ്റ് ആയിട്ട് മെമ്മറിയിൽ തന്നെ കീപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴാണോ ഈ ഇങ്ങനെയുള്ള കേസ് ലൈബ്രറിയിലുള്ള സബ് റൂട്ടീൻസിനെ കോൾ ചെയ്ത കേസ് വരുന്നത്, ആ സമയത്ത് നമുക്ക് മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫാസ്റ്റായിട്ട് എന്താണ് അതിൻ്റെ റെഫറൻസുകളെ എടുത്ത് സോൾവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് പറയുന്നത്. താങ്ക് യു.